മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മധുര സോണൽ ചീഫ് എഞ്ചിനീയർ സർവേ നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 131 അടി എത്തിയതോടെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ചർച്ചയും നടന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുകയും അണക്കെട്ടിലെ ജലനിരപ്പ് 131.20 അടിയിൽ എത്തുകയും ചെയ്തു. ഇതേസമയം തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കും മുല്ലപ്പെരിയാർ ജലം ഒഴുക്കിവിടുന്നതോടെ തീരദേശ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യും. ഈ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ച് പഠിക്കുകയും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിനാണ് അണക്കെട്ടിലും വിവിധ പ്രദേശങ്ങളിലും സർവേ നടന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നീരൊഴുക്കിനെക്കുറിച്ചും ജലം പുറന്തള്ളുന്നതിനെക്കുറിച്ചും സംഘം പരിശോധിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന അണക്കെട്ട്, ബേബി ഡാം തുടങ്ങിയ പ്രദേശങ്ങളും ഓവർഫ്ലോ ചാനലുകൾ എന്നിവയെല്ലാം സംഘം പരിശോധിച്ചു. സീസ്മോഗ്രാഫ്, ഓക്ലിയോഗ്രാഫ്, റെയിൻ ഗേജ്, തെർമോമീറ്റർ, അനിമോമീറ്റർ, DWLR, വീനോച്ച് എന്നിവയും സംഘം പരിശോധിച്ചു. ശേഷം വള്ളക്കടവ് റോഡ്, തേക്കടി തുടങ്ങിയ പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും അണക്കെട്ടിലെ ബോട്ടിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളും പരിശോധിച്ചു. മൺസൂൺ തുടരുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് ഡാം എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി. തേനി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ജെ സാം ഇർവിൻ, എഞ്ചിനീയർ ഡോക്ടർ കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി.